വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്കൊരു ഈസി ആയിട്ടൊരു ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുത്താലോ. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ ക്രഷ് ചെയ്തിട്ട് വേപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും പച്ചമുളകൊക്കെ ഇട്ട് വേപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. സവാള പച്ചമുളക് കണ്ടോ, സവാള പച്ചമുളക്, കുറച്ച് മല്ലിയില, അപ്പോൾ തന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ്, സവാള പൊടിയായിട്ട് അരിയണേ, ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. ഇത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടിയിട്ട് കുഴച്ചെടുക്കാം. കണ്ടോ, അതിന് നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്ക് റോൾ ചെയ്യാം. ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങുമ്പോൾ ഉപ്പിട്ടതാ. ചിക്കൻ പുഴുങ്ങുമ്പോഴൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് റോൾ ചെയ്തിട്ടെടുക്കാം. ഒരു പണിയിൽ എളുപ്പം കഴിയും. ഒക്കെ നമ്മളവിടെ വേപ്പിച്ച് വെച്ചാൽ മതി ആദ്യം തന്നെ. അപ്പം നമ്മുടെ പണി വേഗം കഴിയും. എന്താ ഈ രീതിക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റോളൊക്കെ തയ്യാറായി വന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിലും പിന്നെ ഒന്ന് ഇതേമാതിരി ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല റോളായിട്ട് കണ്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാക്കി നമുക്കിത് പൊരിച്ചെടുക്കാം. കുറച്ച് മൈദ കോൺഫ്ലവറും കൂടി കലക്കിയെടുത്തിട്ടുണ്ട്. ഉണ്ടോ, 1/2 കപ്പ് മൈദയുണ്ട്, 1/2 കപ്പ് കോൺഫ്ലവറും ഉണ്ട്. ഇനി വെറും മൈദ മാത്രം എടുത്താലും മതി കേട്ടോ. ഉണ്ടോ, നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഇതിൽ റോളൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കൻ റോളെല്ലാം പല തരത്തിലുണ്ട്. അതുപോലെ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. ഇനി അത് മുരിഞ്ഞ് വെക്കാം. തിരിച്ചു മറിച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഉണ്ടോ. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വെച്ച് വെക്കണേ. നീര് നന്നായി മുരിഞ്ഞിട്ട് ഉണ്ടോ. ഇവിടെ തിരിച്ചു മറിച്ചൊക്കെ വെച്ച് വെക്കാം. തീ ഫുള്ളിങ്ങനെ കൂട്ടി വെക്കണ്ട. കണ്ടോ, ഒരു പകുതിയൊക്കെ വെച്ച് വെക്കാൻ മതി. ചില അടുപ്പ് പകുതി വെച്ചാലും നല്ലോണം വേഗം പോകും, ചിലത് പകുതി വെച്ചാലും പോകില്ല. ഓരോ ഗ്യാസ് അടുപ്പിനെ പോലെ ഇരിക്കും. പക്ഷെ കത്തിക്കരിയാണ്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വെച്ച് വെക്കാം. അപ്പോൾ അത് വിരിഞ്ഞ് വന്നിട്ട് നമുക്കൊരു പാത്രത്തേക്ക് സേവിച്ചതൊക്കെ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. എന്നിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇതുപോലെ ഇങ്ങനെ കുറച്ച് സോസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.